ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബബ്ലൂസ് വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ഇട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. അപ്പോൾ തേങ്ങ അരയ്ക്കാത്ത മോരൂട്ടാനാട്ടോ. അപ്പോൾ അതിന് കഷ്ണം ഞാൻ വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്, വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തൈര് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ചെറുങ്ങനെ പുളിയുള്ള തൈരാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇല്ലാത്തതാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനം പച്ചമുളക്, കറിവേപ്പില, ചെറിയ ഉള്ളി, നമ്മുടെ ഉണക്കമുളക് താളിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. പിന്നെ കായപ്പൊടി വേണം, പിന്നെ ഉലുവ വേണം, കടുക് വേണം, നമുക്ക് കടുകിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്. ഒന്നെങ്കിൽ നമ്മൾ കഷ്ണത്തിൽ ഉപ്പിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ ഇതിൽ ഇപ്പം ചേർക്കും ചെയ്യും. അങ്ങനെ ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കടുകിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത്, വെളിച്ചെണ്ണ നല്ല മൂത്തപ്പോൾ അതിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഇല്ലേ, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒന്ന് ഇതിൻ്റെ പച്ചമുളകിൻ്റെയൊക്കെ ഒരു ചെറുങ്ങനെ പച്ചമണം ഉണ്ടാവും. ഉള്ളിയൊക്കെ ഒന്ന് ചെറുങ്ങനെ നന്നായി വാടുകയല്ല, ചെറുങ്ങനെ ജസ്റ്റ് വാടിയാൽ മതി. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു മോരുകൂട്ടാനാണ്. പെട്ടെന്ന് നമുക്ക് തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോരുകൂട്ടാനാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അത് തട്ടിക്കൂട്ടലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് മോരുകൂട്ടാനാണ്. ഇതിലേക്ക് തേങ്ങ ആവശ്യമില്ല. തേങ്ങേനെ പോലെ തന്നെ നമ്മളെ കൊഴുത്തിട്ട് തന്നെ ഈ മോരുകൂട്ടായിരിക്കും. വെള്ളം പോലെ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇതാക്കിയാൽ മതി. നമുക്കിത് നല്ല കട്ടിയിൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മോരുകൂട്ടാനാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ഇതിലേക്ക് ഉപ്പ് വേണം. അതുപോലെ തന്നെ കഷ്ണത്തിൽ ഞാൻ കുറച്ച് നുള്ളു ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇതിലേക്ക് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. നമ്മളെ മോരിലേക്ക് പുളി വേണം. പിന്നെ ഞാൻ കായപ്പൊടി ചേർത്തിട്ടുണ്ട്. കായപ്പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നല്ല ചൂട് പാത്രമാണല്ലോ, ആ പാത്രത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അടിച്ച് വെച്ചുള്ള മോര് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുങ്ങനെ ഒന്ന്, ഓൾറെഡി ചൂടുണ്ട്, ഒന്ന് ചെറുങ്ങനെ ഒരു ചൂട് ഒന്ന് നമ്മുടെ തൈര് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിതെടുത്ത് മാറ്റി വയ്ക്കുക. അതൊക്കെ ചെറുങ്ങനെ അരികുന്ന അങ്ങനെ ചെറുങ്ങനെ ഒരു ബബിൾ പോലെ അങ്ങനെ വരുമ്പോൾ ഇതെടുത്തിട്ട് മാറ്റി വയ്ക്കുകയാണ് പോവാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ വെള്ളരിക്കയാണ് എടുത്തിട്ടുള്ളത്. കുമ്പളങ്ങ എടുക്കാം നിങ്ങൾക്ക്. വെള്ളരിക്കയാണെങ്കിൽ കുമ്പളങ്ങ കുഴപ്പമില്ല. ഇപ്പോൾ ഓമക്കായ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് വേവിച്ച് വെച്ചത് ഒന്ന് അടുപ്പത്ത് വെച്ചപ്പോൾ ഒന്ന് ഓൾറെഡി ചൂടുള്ളതുകൊണ്ട് ഒന്ന് തിളച്ച്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ മോര് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി ഒരു മിനിറ്റ് ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് വരരുത്, ചെറുങ്ങനെ ഈ മോരും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, മോരിൻ്റെ മിക്സും നമ്മുടെ എന്താ പറയുക വെജിറ്റബിളും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ് വെച്ചാൽ മതി. നന്നായിട്ട് നല്ല കുറുകിയ മോരൂട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്. എല്ലാവരും ചെയ്തൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ്